നാട്ടിലെങ്ങും ഇപ്പോൾ വോട്ടാണ് പാട്ട്, അല്ലെങ്കിൽ വോട്ടിനെ കുറിച്ചാണ് വർത്തമാനം. അത് എവിടെ ചെന്നാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കിടയിലായാലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ള വിഷയങ്ങൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഒടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, അതിന് നമ്മളൊരു ഇടമൊരുക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് മണ്ഡലമാണെന്നറിയോ? ഹലോ, ആര് ജയിക്കും? ഇതിലാണോ തെരഞ്ഞെടുപ്പിലാണോ? തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ, ചിഹ്നം നോക്കിയിട്ടാണോ അതോ വോട്ട് വിഷയങ്ങളൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യാറ്? വിഷയങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്. അടിമത്തത്തിന്റെ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. ഹലോ, ഇൻസ്റ്റ കിട്ടാൻ തോന്നുന്നു. ഇൻസ്റ്റയിലുണ്ടോ? ഇൻസ്റ്റയിലുണ്ട്. പിന്നെന്താ പറയുന്നത്? മടിയൊന്നുമില്ല. നല്ല കണ്ണൊക്കെ ആണല്ലോ. ക്യാമറ ഒന്ന് ക്ലോസ് പിടിച്ചേ. ക്യാമ്പസിൽ രാഷ്ട്രീയമില്ലാന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെയാണോ? എനക്ക് രാഷ്ട്രീയമില്ല. വീടുണ്ട്. എനക്കില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന MP ആരായാലും ആ MP എന്ത് ചെയ്യണം? ആദ്യം വേണ്ടത് കാസർഗോഡിലൊരു സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് വേണമെന്നാണ്. ബാക്കിയെല്ലാം അതിൻ്റെ വഴിയേ വേണം. കാസർഗോട്ടെ മൊഞ്ചത്തിമാർക്ക് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് നോക്കാം. തെരഞ്ഞെടുപ്പിൽ എന്താ പറയാനുണ്ട്? തെരഞ്ഞെടുപ്പ് പോകും, നമ്മളിവിടെ ഉണ്ടാവും. സ്ഥാനാർത്ഥിയാണോ ചിഹ്നമാണോ സാധാരണ നോക്കാറ്? ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ വോട്ട്? ഫസ്റ്റ് ടൈം. അപ്പൊ ഈ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആളാന്ന് തോന്നുന്നു. ആണ്, ഉയർന്ന ചിന്താഗതി. കുറച്ചധികം അല്ല, കൂടുതൽ ചിന്തിച്ചാൽ കുറച്ച് കിട്ടുന്നല്ലേ? കുറച്ച് കിട്ടും. അതെ, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഇഷ്ടമായി. കാസർഗോഡ് മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലാണ്. പുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ദിവസവും 2 നേരം ഇവിടെ എത്തുന്ന ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു. അന്നദാനം 2 നേരമാണ് ഇവിടെ കൊടുക്കുന്നത്. മലയാളം മാത്രമല്ല കേട്ടോ, തുളു, കന്നഡ ഇതൊക്കെയാണ് കൂടുതലായും ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ കർണാടകത്തിൻ്റെ ഒരു ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ കന്നഡ കൂടുതലായി സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് എത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇന്നത്തെ പൊതുജനം സ്പീക്ക്. മല്ലത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു സാധ്യത എങ്ങനെയാണ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ? വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിന് വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുന്നതിലുപരിയായിട്ട് ദേശീയ രാഷ്ട്രീയത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ കാസർഗോഡിന് ഏത് രീതിയിലുള്ള വികസനമാണ് വേണ്ടത്? അല്ലെങ്കിൽ ಕಾಸರಗೋಡಿನ അടുത്ത ഒരു MP വരുമ്പോൾ ആ MP എന്താണ് ചെയ്തു ತರേണ്ടത്? ಕಾಸರಗೋಡಿನಲ್ಲಿ ಏನು ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನಮಗೆ ಒಳ್ಳೆ ರೀತಿಯ ನಡವಳಿಕೆಯಲ್ಲಿ ಮಾಡಬೇಕು. ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಒಳ್ಳೆ ಕಾರ್ಯ ಅಂದರೆ ನಮಗೆ ಜನಗಳಿಗೆಲ್ಲ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬೇಕು. ಅದೀಗ ನೋಡಿ ಇದು ಈ ದೊಡ್ಡ ಮಾರ್ಗ ಎಲ್ಲ ಬರ್ತಾ ಒಂದು ಕೇರಳದಲ್ಲಿ 4-6 ലൈനും മാർഗം ಬರ್ತಾವೆ. മല്ലത്ത് കന്നഡയും തുളുവാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എനിക്കാണെങ്കിൽ കന്നഡ അറിയില്ല എന്ന് പറയാൻ, ಗೊತ್ತಿಲ್ಲ എന്ന് മാത്രമേ പറയാൻ അറിയൂ. ഈ സാധാരണ അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ ചിന്തിക്കുക? പാർട്ടി നോക്കൂ. അപ്പോൾ ചിഹ്നവും നോക്കും, സ്ഥാനാർത്ഥിയെ നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാ? രാഷ്ട്രീയം നോക്കിയാണ് വോട്ട്. നമുക്ക് ഇവിടെ ആര് ജയിച്ചാലും ആദ്യം ചെയ്തു തരേണ്ടത് എന്താ കാസർഗോഡിന്? പാവങ്ങൾക്ക് പുറ കെട്ടി കൊടുക്കണം, ഇങ്ങനത്തെ റോഡ് നല്ല ചെയ്യണം, ഹള്ളിയിലെ റോഡ് നല്ലത് ചെയ്യണം, ഇങ്ങനത്തെ വികസനം ചെയ്യണം. തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരുടെയും അടുത്തേക്കൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ സാധാരണ പോവാറുണ്ടോ? അവർക്ക് ആക്കളെ കൊത്തുണ്ടേ ഓള് തീക്കൂ ചെയ്യുന്നത് അവിടെ പോപ്പേ എന്നുവെച്ചാൽ അവർക്ക് അറിയില്ല ഇട കിട്ടും ഇട കിട്ടില്ല. ചെയ്യാനൊക്കെ പോകാറുണ്ടോ? വോട്ട് ചെയ്യും. രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് ഇടുക്ക് വരുന്നു, എല്ലാ പാർട്ടിക്കാരും വരുന്നു, ലീഗുകാരും വരുന്നു, പിന്നെ കോൺഗ്രസ് വരുന്നു, മാർക്സിസ്റ്റും വരുന്നു, BJP-കാരും വരുന്നു. അപ്പോൾ അത് വന്ന് എല്ലാവരും തോന്നിട്ട് പോകുന്നു എന്നല്ലാണ്ട് ഇവിടുന്ന് തന്നെ വോട്ട് അവർ ചോദിക്കലില്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലേ വോട്ട് കൊടുക്കില്ലേ. എല്ലാ മതക്കാരും വന്നു പോകുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയാണ് മല്ലത്തെ ഈ ക്ഷേത്രത്തിനുള്ളത്. അതിൽ പാർട്ടി ഭേദമില്ല, മതഭേദമില്ല, എല്ലാവർക്കും പ്രവേശനമുള്ള ഒരിടം, എല്ലാവർക്കും ഭക്ഷണം ഒരേപോലെ വിളമ്പുന്ന ഒരിടം. അതാണ് കാസർഗോട്ടെ മല്ലത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത.